ഹായ് കൂട്ടുകാരെ, ആ പിഞ്ചു കുഞ്ഞിനോട് ഇത്രയധികം ക്രൂരത ചെയ്ത ഈ നായിൻ്റെ മക്കളുണ്ടല്ലോ, അങ്ങനെ തന്നെ വിളിക്കണം ഇവരെ, നായിൻ്റെ മക്കൾ. കാരണം മനുഷ്യന് ജന്മം ഉണ്ടായതായിരിക്കത്തില്ല, നാകൾക്കുണ്ടായതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്രയധികം വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്തത്. ആ പൊടിക്കൊച്ചിൻ്റെ കൈ രണ്ടും തല്ലി ഒടിച്ച്, എന്നിട്ട് സൈക്കിളിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞ്, എന്നിട്ട് ശരീരം മൊത്തവും സിഗരറ്റ് വെച്ച് പൊള്ളിച്ച പാടുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ ഈ ന്യൂസിനകത്ത് എല്ലാം കണ്ട കാര്യമാണ് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഇന്നലെ തന്നെ എനിക്ക് വീഡിയോസ് ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് പറയുമ്പം തന്നെ എനിക്കങ്ങ് സങ്കടവും വിഷമവും വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളും രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. 1.5 വയസ്സുള്ള കുഞ്ഞ് എത്രയും പ്രായമുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ കളിത്തമാശകൾ എന്താണെന്നും എല്ലാം നമ്മൾക്കറിയാവുന്നതാണ്. നമുക്ക് മക്കളുണ്ട്, നമ്മുടെ ചുറ്റുപാടും എല്ലാം മക്കളുണ്ട്. എന്നാൽ ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇത് കരയുന്ന കണ്ണുനീര് കണ്ടിട്ടൊക്കെ ഇവനും ഇവക്കുമൊക്കെ എങ്ങനെ ഇത് തോന്നി. ഇനിയെങ്കിലും ഉള്ള പെൺപിള്ളേരായാലും ആണുങ്ങളിലും ഒരുപാട് പേര് മക്കളില്ലാതെ കണ്ട് അലയുന്നുണ്ട് കേട്ടോ. എന്തുമാത്രം രൂപയും അതുപോലെ തന്നെ വേദനകളും സഹിച്ച് ഓരോന്ന് ചെയ്തിട്ട് മക്കളില്ലാതെ കണ്ട് വിഷമിക്കുന്ന അമ്മയെന്നും അച്ഛാന്നും ഒരു വിളി കേൾക്കാൻ കൊതിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നെങ്കിൽ അമ്മ തൊട്ടിൽ കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ തന്തയുടെ വീട്ടുകാർ കൊടുക്കരുതെന്ന്. തന്തയുടെ വീട്ടുകാർ ചോദിച്ചിട്ട് പോലും ആ കൊച്ചിനെ കൊടുത്തിട്ടില്ല. എന്നിട്ട് അവിടെ കാമം തീർക്കാൻ അവൾ കാമുകൻ്റെ കൂടെ പോയി. ഈ കാമുകനുണ്ടോ, നേരത്തെയും വിവാഹം കഴിച്ചിട്ട് ആ പെണ്ണിനെ ആണെങ്കിൽ ശരിക്കും മേലിൽ നോവിച്ച് കോമ സ്റ്റേജിൽ 30 60 എത്ര ദിവസങ്ങളോളം കോമ സ്റ്റേജിൽ കിടന്ന ഒരു വ്യക്തിയുടെ ഭർത്താവായിരുന്നു. എന്നിട്ട് ഇവളുമായിട്ട് സ്നേഹം നടിച്ച് ഇവിടെ അടുത്ത് പോയിട്ടാണ് ഈ കൊച്ചിനെ ഇത്രയധികം ക്രൂരകൃത്യങ്ങൾ. ഇവളൊരു അമ്മയല്ലേ, ഇവിടെ സ്വന്തം കുഞ്ഞല്ലേ, അവൻ്റെത് എന്തായാലും അല്ല. എന്നാലും ഒരു പൊടിക്കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ഇത്രയും ക്രൂരമായിട്ട് ചെയ്യുന്ന ഇവനൊക്കെ മനുഷ്യനാണോ എന്ന് തന്നെ ചോദിക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് നായിൻ്റെ മക്കളെന്ന് പറഞ്ഞത്. കാരണം മനുഷ്യർക്കുണ്ടായവരാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലല്ലോ. സാധാരണയാണെങ്കിൽ എല്ലാവരും പറയും അമ്മമാർക്ക് നോവുന്നതുപോലെ മറ്റുള്ളവർക്ക് നോവുമോ എന്ന് ചോദിക്കും. പക്ഷേ ഈ അമ്മമാരുടെ വില കളയാനായിട്ട് ഇതുപോലെ കുറേ അവളുമാരുണ്ട് ഈ ലോകത്ത്. കാരണം ഈയിടെയും ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ കണ്ടില്ലയോ, ആലപ്പുഴയിൽ ഒരു കൊച്ചിനെ എടുത്തിട്ട് എന്താ പറയുക, ജയിലിൻ്റെ ഇടയിൽ കൂടെ എടുത്തെറിഞ്ഞ് പിഞ്ചു കുഞ്ഞിനെ. അതും 10-16 വയസ്സുള്ള ഒരുത്തി ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കൂടെ ഉണ്ടായതെങ്ങാണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളവളുമാരും അവന്മാരുമാണ് ഈ നാട്ടിൽ. സാധാരണ ഒരുപാട് പെൺപിള്ളേർ ഭർത്താക്കന്മാർ കണ്ടവട പുറത്ത് കയറി പോയിട്ട് കുഞ്ഞുങ്ങളെന്നും പറഞ്ഞുകൊണ്ട് അതെല്ലാം സഹിച്ച് കുഞ്ഞുങ്ങളെന്നും പറഞ്ഞ് അവരോട് പിന്നെയും ജീവിക്കുന്ന കുറേ പെൺപിള്ളേരും ഉണ്ട്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരും ഉണ്ട് കേട്ടോ. കണ്ടവൻ്റെ പുറത്ത് കയറി പോകുന്ന പെണ്ണും പിള്ളേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അവരെ നോക്കുന്നതുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അങ്ങനെയുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ അളിഞ്ഞ കുറേ കാര്യങ്ങൾ നടക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ നിയമത്തെ തന്നെയാണ് നമ്മൾ പഴിച്ചാറേണ്ടത്. കാരണം ഒരൊറ്റ പ്രാവശ്യം ഇവനെയൊക്കെ കൊന്നു കളഞ്ഞായിരുന്നെങ്കിൽ പിന്നീട് ഇവരൊരു മനുഷ്യനെ ഇങ്ങനെ ചെയ്യും. ഇനി വരും തലമുറകൾ ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിന് മുതിരത്തില്ലായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഞാനിങ്ങനെ ഇടുന്ന റീൽസിന് വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഒരമ്മയെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളതാണത്. കാരണം ഈ ഒരു പൊടിക്കുഞ്ഞിനെ, ആ കുഞ്ഞിൻ്റെ കൈയൊക്കെ ഒടിഞ്ഞിട്ട് ഒക്കെ ആ ഒരു ഇരിക്കുന്ന ഇരിപ്പൊക്കെ ഉണ്ടല്ലോ, നമ്മൾ തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മുടെ മക്കളൊന്ന് വീണ് എവിടെയെങ്കിലും ഒന്ന് മുറിയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് വെള്ളം ഇറങ്ങാത്ത അമ്മമാരാണ് നമ്മൾ. നമ്മുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഈ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല, നിനക്കെന്താ ഇത്ര ഇതെന്ന് ചോദിച്ചാൽ ഞാനൊരു അമ്മയായതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഇവരെ നിയമം കൊണ്ടുപോയി ഇവർക്ക് 3 നേരവും ഭക്ഷണവും കൊടുത്ത് സുഖവാസവും കഴിഞ്ഞ് ഇറക്കി വിടും. എന്നിട്ട് ആവശ്യത്തിന് കാശ് കയ്യിലും കിട്ടും. പിന്നെയും വന്നിട്ട് ഇതിൻ്റെ അപ്പുറമല്ലേ ചെയ്യുന്നത്. അപ്പം ഇത് ആദ്യമേ ഇത് നിർത്തുകയായിരുന്നെങ്കിൽ ഇത് വരത്തില്ല. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. എൻ്റെ കക്ഷി നിരപരാധിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരുത്തിയും ഇവരുടെയൊക്കെ കേസ് വാദിക്കാൻ വരുന്നുണ്ടല്ലോ അവിടെ. അവരും ഒന്ന് ചിന്തിക്കണം, അവരും ഒരു തള്ളയോ തന്തയോ ആണെന്നുള്ളത്. എന്നിട്ട് വേണം കേസ് വാദിക്കാൻ. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെങ്കിലും, ഇവനെ എന്തോ ചെയ്യണം എന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്തും.